പ്രിയപ്പെട്ട നമസ്കാരം. DK പ്രൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ മൂവി, എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ സിനിമയുടെ അത്യാവശ്യം നമ്മുടെ ഷോർട്ട് മൂവി ആയാലും അല്ലെങ്കിൽ സിനിമകളാണെങ്കിലും ആൽബങ്ങളാണെങ്കിലും നമ്മൾ ക്രൗഡിൽ, അതായത് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു ക്രൗഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എവിടെയെങ്കിലും തുടങ്ങുന്ന നിരവധി കാസ്റ്റിംഗ് കാളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കാൻ കാരണം, ഞാനൊരു 2 പ്രോജക്റ്റ് ഓൾറെഡി ചെറിയ ബഡ്ജറ്റിൽ ഒരു 10 ലാഖിനകത്തുള്ള OTT മൂവിക്ക് വേണ്ടിയിട്ട്, കാര്യം തിയേറ്റർ മൂവി എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം നമുക്കൊരു 25 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് കരുതണം. കാരണം അതിൻ്റെ സെൻസർ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടിങ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചേംബർ രജിസ്ട്രേഷൻ, അതൊക്കെ വലിയ, അത് മുൻ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും. ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ കുറേ നമ്മുടെ നിലവിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ പറയാനുള്ള കാരണം, ഒരു കാസ്റ്റിംഗ് കാൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റുകളും, എനിക്ക് ഏകദേശം ഒരു 100-300 പേര് മേളിൽ ഈ 2 വർക്കിനായിട്ട് പലരും കാസ്റ്റിംഗ് കാളിന് ഈ സംഗതി അയക്കുന്നുണ്ട്, ബയോഡേറ്റേഴ്സ് അയക്കുന്നുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫോട്ടോസ് ഇട്ട് അവർ അഭിനയിച്ച 500 കണക്കിന് ഫോട്ടോകളും വാരിയിട്ട് വെറുപ്പിച്ചിട്ട് നമ്മുടെ MBയും കളഞ്ഞിട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ആദ്യം നമ്മളൊരു ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട്, സാർ ഞാൻ ഇപ്പം എൻ്റെ അടുത്തെന്നല്ല, ഏത് കാസ്റ്റിംഗ് കാളിലാണെങ്കിലും ഈ ഒരു ഫോട്ടോസ്, നിങ്ങൾ ഏത് ഓഡിഷൻ്റെ ഏത് കാസ്റ്റിംഗ് കാൾ കണ്ടിട്ടാണ് നമ്മൾ ഫോട്ടോസ് അയക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബയോഡേറ്റ അയക്കുന്നത് എന്ന് അന്ന് മെൻഷൻ ചെയ്യുക. സാറേ, ഞാനിപ്പോൾ ഇതേപോലെ ഇന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇന്ന കാസ്റ്റിംഗ് കാളിൻ്റെ ഒരു പോസ്റ്റർ കണ്ടു, അത് പ്രകാരമാണ് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ക്രൗഡ് ഫണ്ടിൽ ചെയ്യുന്ന, പ്രത്യേകിച്ച് സിനിമ ഷോർട്ട് മൂവി ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, ഒരു 10,000, 25,000, 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും, കുഴപ്പമില്ല. നിങ്ങൾ അഭിനയിച്ചിട്ട് അത്യാവശ്യം നിങ്ങൾ ഡബ് ചെയ്തില്ലെങ്കിൽ പോലും ആരെങ്കിലും കൊണ്ട് നമുക്ക് ഡബ് ചെയ്യിക്കാം. അതൊരാഴ്ച ബുദ്ധിമുട്ടുള്ള കേസ് കിട്ടുക. പക്ഷേ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴത്തേക്കിനെ കുറഞ്ഞത് ഇപ്പം OTT മൂവിയിലാണെങ്കിലും അതല്ല ഇനി തിയേറ്റർ മൂവിയിലാണെങ്കിലും ഭാരിച്ച ഒരു പ്രോസസ്സാണ്. കാര്യം 1.5 മണിക്കൂർ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരുപാട് BGMൻ്റെ ടൈം, ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ സ്ട്രഗിൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു അവസരം കിട്ടി, നിങ്ങളവിടെ ചെന്ന് അഭിനയിച്ച് നിങ്ങൾ പോയി. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാസ്റ്റിംഗ് കാൾ കണ്ടു കഴിഞ്ഞാൽ ആ വർക്കിനെ കുറിച്ചിട്ട് അതാരാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആ അപ്ലോഡ് ചെയ്തേക്കുന്ന ആളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഏതെങ്കിലും വർക്കുകൾ നിങ്ങൾ ആദ്യം കയറി കാണുക. നിങ്ങൾ പമ്പര വിഡ്ഢികളല്ല. കാരണം ദൈവം നിങ്ങൾക്ക് മെമ്മറി തന്നിട്ടുണ്ട്. ഫ്ലോപ്പ് വർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കാൻ പോകണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കുക. സാർ ഞാൻ സഹകരിക്കുന്നില്ല എന്ന് പറയുക. ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എസ്കേപ്പ് ആവുക ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊരു ചെറിയ സംഭവം ചെയ്താൽ മതിയെങ്കിൽ ആ പ്രോജക്റ്റിന് ചോദിക്കുക, ഏത് ക്യാരക്ടറാണ് സാറേ, എൻ്റെ ഫോട്ടോസ് ഇങ്ങനെയാണ് സാറേ, ഞാൻ എന്തെങ്കിലും തരത്തിൽ ഈ ക്രൗഡ് ഫണ്ടിൽ ചെയ്യുന്ന വർക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഡയറക്ടറിന് കൊണ്ടുപോയിട്ട് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്രോജക്റ്റ് ക്രൗഡ് ഫണ്ടിൽ ഒരു 50 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1000 രൂപ വെച്ചിട്ട് ഇട്ടാലും 50,000 രൂപയേ ആവുള്ളൂ. പക്ഷേ അത് ക്യാമറ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു, നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ ഈ വർക്കിന് ഈ പറയുന്നതിൻ്റെ തൊട്ട് 1-2 ലക്ഷം രൂപയാവും. പിന്നീട് ഇത് വർക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ പിന്നെ ആ ഡയറക്ടർ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ആ പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പം നിങ്ങൾക്ക് എന്തായാലും ഫുഡ് വേണ്ടി വരും. നിങ്ങൾ നിൽക്കുന്ന അടുത്ത് നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് വാഹന സൗകര്യം വേണ്ടി വരും. നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്യണം, നിങ്ങൾക്കൊരു വേഷം അഭിനയിക്കണമെങ്കിൽ അവിടെ ക്യാമറ വെക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു പോസ്റ്റർ അടിക്കണമെങ്കിൽ അതൊരു സ്റ്റിൽ എടുക്കേണ്ടി വരും, അത് ഡിസൈൻ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അഭിനയിച്ച ഷോർട്ട് മൂവി ആണെങ്കിൽ തന്നെയും അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കേവലം നിസ്സാരമായി നമ്മളൊരു വർക്കിനെ കാണുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു, എനിക്ക് അയക്കുന്ന കാസ്റ്റിംഗ് കാളിനകത്ത് 100-ൽ 90% ആൾക്കാരും വെറും ഒരു ടൈം പാസ്സായിട്ട്, വെറും ചില്ലിയായിട്ട് കാണുകയാണ്. കാരണം വെറും സീരിയസ് കുറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഏതൊരു വർക്കിനെയും കാണുന്നതെന്നാണ് എൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞത്. വളരെ വിഷമമുണ്ട്. കാര്യം ഈ കാസ്റ്റിംഗ് കാൾ നിങ്ങളെ വിളിക്കാത്തതിൻ്റെ കാരണം എന്താണ്? കാര്യം നിങ്ങൾക്ക് അത്രയും സീരിയസേ ഉള്ളൂ. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്. ആ പാഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണം. ചിലപ്പം കുറച്ചൊക്കെ പൈസ മുടക്കേണ്ടി വരും. ഒരു വർക്കിൽ എല്ലാവരും പൈസ മുടക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പിശുക്ക് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ല, ആരെങ്കിലും പറ്റിക്കുമോ എന്നൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാനൊക്കില്ല. നമ്മളത് വളരെ വ്യക്തിപരമായി ആ ഡയറക്ടറിനെ കുറിച്ച് പഠിക്കുക. വർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ചെല്ലുന്നു, നമ്മൾ പൈസ കൊടുത്തു, അവർ പൈസ മേടിച്ചിട്ട് നമ്മളെ കോഴ്സ് പഠിപ്പിക്കത്തില്ലെന്ന് പറയാം, നമ്മൾ ചെല്ലാതിരിക്കില്ല. നമ്മൾ അത്യാവശ്യം ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു സിനിമയിൽ 100 പേർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 പേരും ക്ലിക്ക് ആവത്തില്ല. അതിനകത്ത് ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും. അത് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾക്ക് ആ സ്റ്റോറി പറയുന്ന സംഗതി നിങ്ങളിലൂടെ വർക്കൗട്ടായി, ആ ക്യാമറ, ആ എക്യുപ്മെന്റ്സ് എല്ലാം റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ സക്സസ് ആവും.
സൂപ്പർ സ്റ്റാറുകളുടെ ഒരുപാട് പടം തന്നെ തകർന്നു പോകുന്നു. അപ്പം നമ്മളുടെയൊക്കെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്യുക. കാര്യം നിങ്ങൾ ആരെങ്കിലും ഒരു 1 2 3 ആർട്ടിസ്റ്റുകൾ ഒരു 5000 2000 കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാനൊക്കത്തില്ല, ഒരു ഷോർട്ട് മൂവി പോലും ചെയ്യാനൊക്കില്ല. കാരണം നിങ്ങൾ അഭിനയിക്കണമെങ്കിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടാവണം, അതിന് പറ്റിയ ലൊക്കേഷൻ വേണം, അതിന് പറ്റിയ ക്യാമറ വേണം, അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് വേണം, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സംവിധായകൻ വേണം, അതിന് വാഹനങ്ങൾ വേണം, അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പം വളരെ ചില്ലിയായിട്ട് നിങ്ങൾ കാണാതെ ഏതെങ്കിലും കാസ്റ്റിംഗ് കാൾ ഇട്ടാൽ ദയവ് ചെയ്ത് ആ വർക്കിന് ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ, ആര് സംവിധാനം ചെയ്യുന്നു, ആ സ്റ്റോറി എന്താണ്, അതിനെക്കുറിച്ചൊരു വ്യക്തമായി പഠിക്കുക. അല്ലാതെ നമ്മൾ ചെയ്ത വർക്കുകൾ ഒരു 50 വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 വർക്കിൻ്റെയും ഫോട്ടോസും ലിങ്കും എല്ലാം കൂടെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഡയറക്ടറിൻ്റെ ഈ കാസ്റ്റിംഗ് കാൾ അയച്ചേക്കുന്ന ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെറുപ്പീരാണ്. കാര്യം ആ വർക്കിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട. ഒരു ഹലോ അയക്കുക, ആ ഹലോ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു, അത് പ്രകാരമാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്, എന്താണ് ഈ വർക്കിനെ കുറിച്ചിട്ടുള്ള സംഗതി, എങ്ങനെയാണ് എനിക്കൊരു വേഷം കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു വോയിസിൽ കൂടി ചോദിക്കുക. ഒരു കാസ്റ്റിംഗിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് മിണ്ടത്തില്ല, നിങ്ങൾ തോന്നുന്ന സമയത്ത് ആ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഇത്രയും ഒരു 100 കണക്കിന് ആൾക്കാർ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും വോയിസും എല്ലാം കൂടെ ആ ഒരു ഫോൺ നിറഞ്ഞിരിക്കും. ഒരു വ്യക്തി മാത്രമല്ല അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വർക്കിനെ എത്രയും ഒരു ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും ഒരു സിനിമയാണെങ്കിലും ഒരു ഷോർട്ട് മൂവി ആണെങ്കിലും അഭിനയിക്കാൻ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ തിരക്കഥ മുതൽ അതിൻ്റെ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് വരെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ആക്ടർ ആവാനൊക്കെയുള്ളൂ. ഒരു സെറ്റിൽ ചെന്നാൽ നമ്മളെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം പ്രോസസ്സാണ് നമ്മൾ ഒരു ചെറിയ വർക്കിലാണെങ്കിലും നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വർക്ക് ഉടനെ തുടങ്ങാൻ പോകുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും ശോകമാണ്. കാര്യം ഒരു വെറും ചീപ്പ് റേറ്റ്, അതായത് ഒരു 2500 രൂപ ഒരു ദിവസം ക്യാമറയ്ക്ക് തന്നെ 5000 രൂപ മേളിലാവും, ചെറിയ ക്യാമറയ്ക്ക്. അപ്പോൾ ഒരു 2 ദിവസം അവർക്ക് റോൾ ഉണ്ടെങ്കിൽ ഒരു 2500 രൂപ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത അഭിനയമോഹികളാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കേസ് കിട്ടില്ലല്ലോ. കാര്യം ഇവരെ ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവർക്ക് അവസരം കൊടുത്ത് ഇവർക്ക് പോകുമ്പോൾ പോക്കറ്റ് മണിയും കൊടുത്തിട്ട് വിട്ടാൽ അവർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ സ്ട്രഗിൾ എടുക്കാത്ത വല്ലവൻ്റെയും പൈസയിൽ നമുക്ക് ആളാവാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ഏകദേശം എൻ്റെ ഒരു 12ാമത്തെ വയസ്സിൽ നമ്മൾ ഈ ഓരോ ഫീൽഡിൽ ഇറങ്ങിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായിട്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി. പറഞ്ഞു മനസ്സിലായി? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും ഒന്നും ഇല്ലായ്മയിൽ നിന്നും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓഡീഷനിൽ ഇപ്പം ഒരു കാസ്റ്റിംഗ് കാൾ വന്നു കഴിഞ്ഞാൽ ആ കാസ്റ്റിംഗ് കാളിൽ നിങ്ങൾ ചറപറാന്ന് മെസ്സേജ് അയക്കാതെ നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ആ വർക്കിനെ കുറിച്ചിട്ട് അറിയുക. പിന്നെ വെട്ടിപ്പോയി വീഴുന്നു, ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നമുണ്ട്. കാര്യം നമ്മളൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും ആ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് യെസ് എന്ന് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ തെറി വിളിക്കും. അപ്പം ഇതിൻ്റെ കാര്യമൊന്നും അവിടെ ഇല്ല. ഓൾറെഡി അതിനകത്ത് ആ കാസ്റ്റിംഗ് കാളിനകത്തൊരു നമ്പർ കിടപ്പം കാണും. ആ നമ്പർ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വർക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിനകത്ത് പല ആൾക്കാരും ഈ തെറി വിളിക്കുന്നതിൻ്റെ കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുണ്ട്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, പല ആൾക്കാരുണ്ട്. ഈ സിനിമയെ കലയെ കൊല ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ആ കലയെ വിറ്റ് തിന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ സംഗതിയുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ ജെന്യൂനാണ്, പക്ഷേ കുറേ ഫേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം ഒന്നും അറിയാൻ വയ്യാത്ത കുറേ പൊട്ടന്മാർ തുടങ്ങിയിട്ടുണ്ട്. അവന്മാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 50,000 രൂപ അടക്കി അല്ലെങ്കിൽ 1,00,000 രൂപ അടക്കി ഞങ്ങൾ സിനിമ ചെയ്ത് ഞാൻ നിങ്ങളെ നല്ലൊരു ആക്ടറാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊള്ളയടിക്കുന്നുണ്ട്. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഫിലിം ഇൻഡസ്ട്രി അമ്മയൊക്കെ സംഘടിപ്പിക്കുന്ന നല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ പോയി ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ വശവും അതേപോലുള്ള കാര്യങ്ങളും ഒരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം പഠിക്കാൻ സാധിക്കും. ടെക്നിക്കൽ സൈഡ് പഠിക്കണമെന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അഭിനയത്തിനായാലും ഒരുപാട് കാര്യങ്ങൾ, പിന്നെ നവരസങ്ങളെല്ലാം നമ്മുടെ മുഖത്ത് വരേണ്ട കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും അവർ കൈകൊണ്ട് പിടിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും എന്ന് മാത്രം. അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിളിച്ച് ഡയറക്റ്റ് നമുക്ക് കാണിച്ചു തരും. വേണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസും തരും. അതിനുള്ളൊരു പേയ്മെൻറ്റ് തീർച്ചയായിട്ടും കൊടുക്കുക നിങ്ങൾ. അത് നല്ല കാര്യമാണ്. പക്ഷേ അത് വിറ്റ് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് 1500 രൂപ ശമ്പളം ഉണ്ട് എങ്കിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നത് ചിലപ്പോൾ 500 രൂപയായിരിക്കും. 1000 രൂപയോളം പാവപ്പെട്ട കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇവർക്ക് ഏതെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ പണിക്ക് പോകത്തില്ല. അപ്പോൾ എന്താണ് ഈ കൊള്ളക്കാരന്മാരുകാരന് ഏറ്റവും വലിയ നഷ്ടം. കാര്യം ഇവരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട മണി ഇല്ലാതാവും. അതൊക്കെയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട്
എല്ലാ ഫീൽഡിലും ചതികളുണ്ട്. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ പെണ്ണും കള്ളും കഞ്ചാവും ബ്ലാക്ക് മണിക്കൊന്നും ഒരു കുറവുമില്ല. എല്ലാ ആൾക്കാരെയും അല്ല പറയുന്നത്, 100-ൽ 20% ആൾക്കാരും ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ദൈവം ചിന്തിക്കാനും കാണാനും എല്ലാം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്, മെമ്മറി പവർ തന്നിട്ടുണ്ട്, കാഴ്ച തന്നിട്ടുണ്ട്, കേൾവി തന്നിട്ടുണ്ട്. എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോജക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ ഈ ഡയലോഗൊക്കെ എനിക്ക് അടിക്കാൻ, ഞാനിവിടെ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷനിലെയോ സിനിമ ചെയ്ത ആളല്ല. അവരുടെ കൂടെ സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് സത്യം പറഞ്ഞാൽ. കാര്യം എന്താണ്, മോഹൻലാലിൻ്റെ കഴിവ് മോഹൻലാലിൻ്റെതാണ്. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു പല സമയത്തും. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആട്ടും തുപ്പും ഇൻസൾട്ടുമാണ് കിട്ടിയത്. അപ്പോൾ അന്ന് മുതൽ വാശിയായിരുന്നു സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ തുടങ്ങുക, സ്വന്തമായിട്ട് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക, സ്വന്തമായിട്ട് പടം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള OTT മൂവി മതിയെന്നേ. എന്നെങ്കിലും ഒരു കാലത്ത് വിജയിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ തിയേറ്ററിലേക്ക് വരണമെന്ന്. അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ്റെ ഉദ്ദേശം ഇതാണ്. അത്യാവശ്യം അവസരം കിട്ടാത്ത ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരുടെ കഴിവിനെ വളർത്താൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്യുക, സ്വന്തം പ്രൊഡക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസറിനെ ഒന്നും ഞാൻ ഇപ്പോഴേ പിടിച്ച് ഇതിനകത്ത് ഇടത്തില്ല, ഒരു വർക്കിനും ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ അത്യാവശ്യം ഷെയർ ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. കാര്യം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുന്ന എൻ്റെ മൂവിയിലുള്ള ഞാൻ കൊടുക്കുന്ന കഥാപാത്രത്തിനുള്ള ആർട്ടിസ്റ്റുകൾ സാമ്പത്തികമായും മാനസികമായും സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ പ്രോജക്റ്റിനകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കാറുള്ളൂ. കാര്യം അങ്ങനെ കൊള്ളിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ഏകദേശം 2 മൂവി ചെയ്തു. ഈ 2 മൂവിയിലും അതിനകത്ത് തുച്ഛമായ ആർട്ടിസ്റ്റുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ചെയ്ത 2 വർക്കുകളാണ്. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ ഞാൻ കാസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കോ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ സ്ട്രഗിൾ എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ആക്ച്വലി നമുക്ക് ഒരു വർക്ക് ചെയ്താൽ അതിനെ ഷെയർ ചെയ്യുക, അത് പബ്ലിക്കിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ അഭിനയിക്കുന്ന 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ ഏത് പൊട്ടനും അഭിനയിച്ചിട്ട് പോകാം. അത്യാവശ്യം ചെറിയൊരു രീതിയിലൊക്കെ അഭിനയിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് കുറേ പണിയുണ്ട്. അപ്പോൾ അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ചെറുപറാന്ന് മെസ്സേജ് അയക്കാതിരിക്കുക. അതേപോലെ തന്നെ ആ വർക്കിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ഒന്ന് അന്വേഷിക്കുക. അത് തിയേറ്റർ മൂവിയാണോ, OTT മൂവിയാണോ, അത് കഴിഞ്ഞ് യൂട്യൂബ് മൂവിയാണോ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്റ്റോറി എന്താണെന്ന് അന്വേഷിക്കുക. അതിന് എത്ര രൂപ ചിലവുണ്ടെന്ന് അന്വേഷിക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പോകാൻ പറ്റിയില്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പോകാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ അവരുടെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ലായിരിക്കും. ഒരു സിനിമ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ തെറിയങ്ങളെ വിളിക്കേണ്ട കേസ് കിട്ടുന്നില്ല. കഴിവുള്ളവൻ എന്നാലും കയറി വരും. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെയും ഈ ലോകത്ത് വന്നിട്ട് സ്റ്റാറായ ആൾക്കാരാണ്, കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അവർക്ക് വേദി ഒരുക്കിയത് നമ്മളാണ്. പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.